ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർമാറ്റാണ് ചെയ്യുന്നത്. അതിന് ഒരു സാരിയുടെ 4 ഇഞ്ച് വീതിയിൽ ഒരു പീസ് സാരിയുടെ തുണി വേണം. നെക്സ്റ്റ് നമ്മൾക്ക് 2 കളർ വേണം. ഇത് സ്ട്രെച്ചബിൾ സാരിയാണ്. ഇതിൻ്റെ വീതി 2 ഇഞ്ചാണ്. 2 കളർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2ൻ്റെയും 2 ഇഞ്ച് വീതം 2 കളർ വേണം നമ്മൾക്ക്. അപ്പോൾ അധികം വലിയാത്ത വശം നോക്കിയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാരിയുടെ ഫുൾ ലെങ്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു സാരി 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ലെയറായിട്ട് വെച്ചതിന് ശേഷം ഞാൻ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എളുപ്പമായിരിക്കും. 4 ഇഞ്ചിൻ്റെ ഞാൻ അതിലുള്ള വീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വീതി വശം നോക്കിയാണ് കട്ട് ചെയ്തത്. തീരുമ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 3 പീസും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ശേഷം ഈ 2 കളറിൻ്റെ എൻഡ് വശത്ത് ആ പീസിൻ്റെ അറ്റത്ത് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം സേഫ്റ്റി പിൻ കുത്തി കൊടുക്കണം. ശേഷം നമ്മൾ ഈ 3 പീസും എടുത്ത് നമ്മുടെ 2 വിരലിൽ ചുറ്റി നമ്മൾക്കൊരു സർക്കിൾ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട ആ 2 പീസും ചുറ്റി വരുമ്പോൾ മുകളിൽ വരണം. അതേ രീതിയിലാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത അറ്റം വശം നമ്മൾക്ക് അടിയിലും വരണം. അത് കാണാത്ത വിധം ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ജോയിൻ ചെയ്ത് വശം അടിയിലാക്കി ഇതിനെ മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട പീസ് 2 മുകളിൽ വരണം. 4 ഇഞ്ചിൻ്റെ അടിയിൽ വരണം. ശേഷം നമ്മൾ ആ ഗ്രീൻ എടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഗ്രീനിനെ കൊണ്ടുവന്നതിന് ശേഷം ആ സർക്കിളിൽ കൂടി സേഫ്റ്റി പിൻ അതിൻ്റെ അടിയിൽ കൂടിയാണ് കടത്തേണ്ടുന്നത്. എന്നിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ 1 ഞാൻ ചെയ്ത് കഴിഞ്ഞു. 1 സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ 2 ചെയ്തു. ഇപ്പോൾ 3 എണ്ണമായി. ഇപ്പോൾ 4 എണ്ണം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ സർക്കിളിൽ ഞാൻ 4 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ നമ്മൾക്ക് 13 സ്റ്റിച്ചസാണ് ഇതിൽ വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 13 സ്റ്റിച്ചസാണ് വേണ്ടുന്നത്. കാരണം നമ്മൾ 2 കളർ ഉപയോഗിച്ച് 12 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ 6 പാർട്ട് വേണം നമ്മൾക്ക്. അങ്ങനെ ടോട്ടൽ 12. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത് സെക്കൻഡ് റൗണ്ട്. ഇപ്പോൾ ഗ്രീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് 2 പീസിനെ അതിനോട് ചേർത്ത് വെച്ചിട്ട് ഗ്രീനിനെ വെളിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ 2 എണ്ണമാണ് ചെയ്യേണ്ടത്. 2 സ്റ്റിച്ചാണ്. സെയിം ഗ്യാപ്പിൽ തന്നെ 2 സ്റ്റിച്ചസ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റേ കളർ കാണാതെ തക്ക വിധത്തിലത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് കളറാണ്. ഇനി കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റിച്ചിലും 2 സ്റ്റിച്ചസ് വീതം ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് പിങ്ക് കളർ ഉപയോഗിച്ചാണ് ഇനി ചെയ്യേണ്ടുന്നത്. അപ്പോൾ 2 കളറിനെ അതിനോട് ചേർത്ത് വെച്ചതിന് ശേഷം പിങ്കിനെ വെളിയിൽ കൊണ്ടുപോയതിന് ശേഷം സെയിം ഗ്യാപ്പിൽ തന്നെ 2 സ്റ്റിച്ചസ് ചെയ്യണം. 1
2. ഇപ്പം നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണമാണ് നമുക്ക് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ ഓരോ കളറിൻ്റെതും ഈ 2 വീതം ചെയ്യണം, 2 എണ്ണം വീതം. അങ്ങനെയാണ് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഓരോ ഗ്യാപ്പിലും 2 സ്റ്റിച്ച് വീതം, ഓരോ കളർ ഉപയോഗിച്ച് 2 വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഓരോ ഗ്യാപ്പിലും 2 വീതം ചെയ്ത് എടുക്കുക. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക സെക്കൻഡ് റൗണ്ട്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ഓരോ കളറിൻ്റെയും 6 വീതം വന്നിട്ടുണ്ട്. അങ്ങനെ 12 പാർട്ടാണ്. ടോട്ടൽ സ്റ്റിച്ച് 24 ആണ്. നമുക്ക് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തേർഡ് റൗണ്ടാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ സേഫ്റ്റി പിൻ കുത്തി വെച്ചാൽ നമുക്ക് ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ഈ ഗ്രീൻ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ഉപയോഗിച്ചായിരുന്നു ഞാൻ സെക്കൻഡ് റൗണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഓരോ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതേ കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ തേർഡ് റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് റൗണ്ടിൽ നമ്മൾക്ക് 3 സ്റ്റിച്ചസ് വീതമാണ് ചെയ്യേണ്ടുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 2 ആയിരുന്നു ചെയ്തത്. തേർഡ് റൗണ്ടിൽ നമ്മൾ 3 വീതമാണ് ചെയ്യുന്നത് ഓരോ കളറിൻ്റെ. ഇപ്പോൾ നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം സെയിം പ്ലേസിൽ തന്നെയാണ് 3 സ്റ്റിച്ചസാണ് ചെയ്യുന്നത് തേർഡ് റൗണ്ടിൽ. ഇനി നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് അവിടെയും 3 സ്റ്റിച്ചസ് വീതം ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് ഫുള്ള് നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ കളർ ഉപയോഗിച്ച് 3 സ്റ്റിച്ച് വീതം ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ സ്റ്റിച്ചസിൽ നമ്മൾ 3 വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇത് നമ്മൾക്ക് ജോയിൻ ചെയ്യുന്നത് ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി. ശേഷം നമ്മൾക്ക് ആ തയ്യൽ കാണാത്ത വിധം അകത്താക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മൾക്ക് ഓരോ കളറിൻ്റെയും 3 വീതം നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
ഇനി നമ്മൾക്ക് ഫോർത്ത് റൗണ്ടാണ് ചെയ്യുന്നത്. ഫോർത്ത് റൗണ്ടിൽ നമ്മൾക്ക് ആ 2 ഗ്യാപ്പിലും 3 വീതമാണ് ചെയ്യുന്നത്. 4 ആണ് ടോട്ടൽ വരേണ്ടത്. ഓരോ കളറിനും ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്യണം, സെക്കൻഡ് സ്റ്റിച്ചിലും 2 ആണ്. അങ്ങനെ 4 ആണ് വരേണ്ടുന്നത് ഫോർത്ത് റൗണ്ടിൽ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണമാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 തന്നെയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് 4 വരും. അപ്പോൾ ഫോർത്ത് റൗണ്ടിൽ നമ്മൾക്ക് ഓരോ കളറിൻ്റെയും 4 സ്റ്റിച്ചസ് വീതമാണ് വരേണ്ടത്. ഇനി നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 4 സ്റ്റിച്ചസാണ് വേണ്ടുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്യണം, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് 4 ആണ് വരേണ്ടുന്നത്. ഫോർത്ത് റൗണ്ടിൽ 4 സ്റ്റിച്ചസ് വീതമാണ് ഓരോ കളറിൻ്റെയും. ഇപ്പോൾ നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കളറിൻ്റെ ഒരു പാർട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് ഓരോ റൗണ്ടിലും 1 ഇൻക്രീസ് ആവുന്നുള്ളൂ. ടോട്ടൽ നോക്കുമ്പോൾ നമ്മൾക്ക് 12 വീതം ഓരോ റൗണ്ടിലും നമ്മൾക്ക് ഇൻക്രീസ് ആവും. നമ്മൾ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന പീസ് 4 ഇഞ്ച് അത് അതേ ലെവലിൽ തന്നെ നമ്മൾക്ക് നെക്സ്റ്റ് പീസ് ജോയിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് തയ്യൽ അകത്ത് വശത്താക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഫോൾഡ് ചെയ്യാതെ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾക്ക് എല്ലാ സ്റ്റിച്ചസിലും നമ്മൾക്ക് ഫോർത്ത് റൗണ്ടിൽ ഓരോ കളറിൻ്റെ 4 വീതമാണ്. അപ്പോൾ ഇനി ഫിഫ്ത്ത് റൗണ്ടാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ഗ്രീൻ കളർ ഉപയോഗിച്ചാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ഫിഫ്ത്ത് റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾക്ക് 2 സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ 1 ആണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരെണ്ണം ചെയ്താൽ മതി. ഇനി അതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ച് ഗ്രീനിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾക്ക് 2 എണ്ണമാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഫിഫ്ത്ത് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 ചെയ്തു, തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ 2 ആണ് ചെയ്യുന്നത്. 2 1 2 അങ്ങനെയാണ് ഓരോ കളറിൻ്റെയും. ഇനി നമ്മൾക്ക് ഇങ്ങനെയാണ്, ഇതേ മെത്തേഡിലാണ് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഓരോ കളറിൻ്റെയും ഫസ്റ്റ് സ്റ്റിച്ചിൽ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 വീതം ചെയ്യുന്നു. സെൻറ്ററിൽ 1 വീതമാണ് വരേണ്ടത്. അപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾക്ക്
ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾക്ക് 2 എണ്ണം ചെയ്യണം. 1 2. ഇപ്പോൾ 2 ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 1 ചെയ്താൽ മതി. നെക്സ്റ്റ് 2 ആണ്. 2 1 2. 5th റൗണ്ട് അങ്ങനെയാണ്. ഓരോ കളറിൻ്റെയും അവിടെ നമ്മൾക്ക് 2 ആണ്. ഇപ്പോൾ 2 1 2 അങ്ങനെയാണ്. 2 1 2 അങ്ങനെയാണ് ഓരോ കളറിൻ്റെയും ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം അവിടെ ഇതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2. അങ്ങനെയാണ് 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 1 2 ഓരോ കളറിൻ്റെയും. അപ്പോൾ അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തു. പിൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾക്കത് 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 5th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ കളറിലും നമ്മൾക്ക് 5 സ്റ്റിച്ച് വീതമാണ് വരുന്നത്. ഇനി 6th റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും അതേപോലെ തന്നെ ഗ്രീൻ തുണിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6th റൗണ്ടും ഇതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2 2 1 1 2 അങ്ങനെയാണ് 6th റൗണ്ട്. ഓരോ കളറിൻ്റെയും ഓരോ കളർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നു. മിഡിലെല്ലാം നമ്മൾ 1 ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 വീതം. 2 1 1 2. അപ്പോൾ 6th റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് 6 സ്റ്റിച്ചസ് വീതമാണ് വരുന്നത് ഓരോ കളറിൻ്റെ സിംഗിളായിട്ട് നോക്കുമ്പോൾ. ടോട്ടൽ നമ്മൾക്ക് 12 ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. 12 എണ്ണം നമുക്ക് ഓരോ റൗണ്ടിലും 12 സ്റ്റിച്ചസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് കളറാണ് നമ്മൾ അതും ഇതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്യണം. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം. 2 1 1 2 അങ്ങനെയാണ്. ഇതങ്ങനെ നമ്മൾക്ക് തെറ്റിപ്പോകത്തില്ല. കാരണം ഓരോ റൗണ്ട് വരുമ്പോഴും ഓരോ കളറിൻ്റെയും ഇപ്പോൾ 6th റൗണ്ട് ആണെങ്കിൽ അതിൽ 6 സ്റ്റിച്ചസ് വരും. 5th റൗണ്ട് ആണെങ്കിൽ 5 വരും. ഇതിപ്പോൾ 6ാമത്തെ റൗണ്ടാണ്. നമുക്ക് ഓരോ കളറിനും 6 സ്റ്റിച്ചസ് വീതം വരും. ഇപ്പോൾ ഇതിനേക്കാൾ കട്ടിക്ക് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ 2 ഇഞ്ചസ് വീതം എടുത്ത് അത് നിങ്ങൾക്ക് 3 ആക്കാം. പിന്നെ ഞാൻ 4 ഇഞ്ചസ് മിഡിലിൽ വെക്കാനെടുത്ത് 4 ഇഞ്ചസിന് നിങ്ങൾക്ക് 5 ഇഞ്ചസിൻ്റെ അളവിലെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കട്ടിക്ക് ഭയങ്കര തിക്നെസ് കിട്ടും നമ്മൾക്ക്. ഇപ്പോൾ 6th റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 6ാമത്തെ റൗണ്ടാണ്. 2 1 1 2 ആണ്. 1ൻ്റെ നമ്മൾക്ക് ഓരോ കളറിൽ സെൻറ്ററിൽ 1ൻ്റെ 2 ആണ് വരുന്നത്. ഫസ്റ്റ് ലാസ്റ്റും സ്റ്റിച്ചിൽ 2 വീതം ചെയ്യണം. അങ്ങനെയാണ് 6th റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 6ാമത്തെ റൗണ്ട് വരെ കാണിച്ചിരുന്നുള്ളൂ. നെക്സ്റ്റ് ഞാൻ 4 റൗണ്ട് കൂടി ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ 10th റൗണ്ട് വരെ ഞാൻ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് 10 സ്റ്റിച്ചസാണ് വരുന്നത്. ഓരോ കളറ് സിംഗിളായിട്ട് നോക്കുമ്പോൾ
പാർട്ട് ആയിട്ട് ഒരു കളറിൻ്റെ മാത്രം നോക്കുമ്പോൾ അല്ല ഫസ്റ്റ് ലാസ്റ്റും സ്റ്റിച്ചിൽ 2 വീതം, മിഡിൽ 1 1 1 അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 10th റൗണ്ടിൽ നമ്മൾക്ക് 1ൻ്റെ 6 എണ്ണമാണ് 10th റൗണ്ടിൽ. ഇനി നമ്മൾക്കത് ഞാനിത് ഫിനിഷ് ചെയ്യുവാണ്. 10 റൗണ്ട് ചെയ്ത് ഇനിയിപ്പോൾ ആ 4 ഇഞ്ചിൻ്റെ ആ പീസ് കുറച്ച് ചരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾക്കത് രണ്ടും കൂടി ആ പിങ്കും ആ യെല്ലോ 2 പീസും കൂടി ചേർത്ത് ജോയിൻ ചെയ്യണം. രണ്ടും കൂടി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ബാക്കിൽ കൊണ്ടുപോയി നമുക്ക് തയ്ച്ച് വെക്കാനാണ്. അപ്പോൾ ആ 2 പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ 6th റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 1ൻ്റെത് നമ്മൾക്ക് മിഡിൽ ചെയ്യേണ്ടി വന്നത്. 5th റൗണ്ടിൽ 1ൻ്റെ 1 ആയിരുന്നു. 6th റൗണ്ടിൽ അത് 1ൻ്റെ 2 എണ്ണം ആവുന്നു. 7th റൗണ്ടിൽ 3, 8th റൗണ്ട് 4, 9th റൗണ്ടിൽ 1ൻ്റെ 5 ആണ്. 10th റൗണ്ടിലായപ്പോൾ 1ൻ്റെ 6 ആണുള്ളത്. അപ്പോൾ 10th റൗണ്ട് ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ നെക്സ്റ്റ് ഗ്രീനിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ബാക്ക് സൈഡിൽ കൊണ്ടുപോകണം വെളിയിൽ. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് ആ ഗ്രീന് എടുത്താൽ മതി. ഗ്രീനിൻ്റെ അതിനോട് ചേർത്താണ് ഞാൻ ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റേ കളർ കാണാത്ത വിധം ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. വെച്ചിട്ട് അതിനെ ബാക്കിൽ കൊണ്ടുപോയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രീൻ കൊണ്ട് നമ്മൾക്കതിനെ കവർ ചെയ്തിട്ട് ബാക്കിൽ കൊണ്ടുപോയി നമുക്ക് നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാത്തരം തുണിയിലും നമ്മൾക്ക് ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിൽ എവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. ഇപ്പോൾ 6ാമത്തെ റൗണ്ട് വരെ ഞാൻ കാണിച്ചുള്ളൂ. പിന്നെ 4 റൗണ്ട് കൂടി ചെയ്തിരുന്നു. ഫസ്റ്റ് നമ്മൾ 13 സ്റ്റിച്ച് എടുത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് റൗണ്ട് നമ്മൾക്ക് 2 വീതം ഒരേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 വീതം ചെയ്തു. 3rd റൗണ്ട് ആയപ്പോൾ 3 സ്റ്റിച്ച് വീതം ഓരോ കളറിൻ്റെയും. 4th റൗണ്ടിൽ അത് 4 ആയി. 5th റൗണ്ട് നമ്മൾക്ക് ഓരോ കളറിൻ്റെയും 5 സ്റ്റിച്ച് വീതമാണ് വരേണ്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 ചെയ്യും, സെൻറ്ററിൽ 1 അങ്ങനെയാണ്. ഇപ്പോൾ 2 1 1 2, അടുത്ത റൗണ്ടിൽ 2 1 1 1 2 അങ്ങനെയാണ്. അടുത്ത നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ 2 1 1 1 2 അങ്ങനെ 3 എണ്ണം 1ൻ്റെ 3 വരുന്നു ഓരോ കളറിൻ്റെ. ലാസ്റ്റ് നമ്മൾ 2 1ൻ്റെ തന്നെ 6 വന്നു, ശേഷം 2. അപ്പോൾ 10ാമത്തെ റൗണ്ടിൽ നമുക്ക് ഓരോ കളറിൻ്റെയും 10 സ്റ്റിച്ചാണ് വരുന്നത്. സെക്കൻഡ് റൗണ്ടിൽ 2, 3rd റൗണ്ടിൽ 3, 4th റൗണ്ടിൽ 4 ഓരോ കളറിൻ്റെയും കറക്റ്റായിട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മിഡിൽ ഭാഗത്തല്ല നമ്മൾ 1 ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ലാസ്റ്റ് മാത്രം 2 വീതം ചെയ്യണം. ഇപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 10 റൗണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അളവിൽ ഇപ്പോൾ 4 ഇഞ്ചിന് പകരം ഞാൻ 4 ഇഞ്ചിൻ്റെ എടുത്തത് അത് 2 പീസാക്കി
2 ഇഞ്ചിൻ്റെ എടുത്തിട്ട് ഇത് 1 ഇഞ്ചിൻ്റെ ആക്കി നമുക്ക് ടേബിൾ മാറ്റായിട്ടൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയാണിത്. ഇത് ചെയ്യാനും നമ്മൾക്ക് എളുപ്പമാണ്, അങ്ങനെ തെറ്റ് വരത്തതുമില്ല. ഓരോ റൗണ്ടിൽ നമ്മൾക്ക് 1 1 ആണ് ഓരോ കളറിൽ നോക്കുമ്പോൾ. ടോട്ടൽ 12 വീതം. ഓക്കെ, താങ്ക് യു.